ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു ചെറിയൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇന്നും നല്ല മഞ്ഞാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ രാവിലെ ഞാൻ ആദ്യം നോക്കി എത്രത്തോളം മഞ്ഞുന്നുണ്ട്, ഓവറാണോ അല്ല, ഓൾറെഡി നല്ല തണുപ്പുണ്ട് ഇന്ന് രാവിലെ. പക്ഷേ മഞ്ഞ് കാണുമ്പോൾ നമുക്കൊരു നല്ല സന്തോഷമാണല്ലോ. അപ്പോൾ അതാ ഇന്ന് രാവിലെ ഇന്ന് വെള്ളപ്പാണ് കേട്ടോ. ഇന്നലെ ഒരു അബദ്ധം പറ്റി. ഇന്നലെ അരി വെള്ളത്തിയിട്ട് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ചോറുണ്ടായിരുന്നില്ല, വെറും പച്ചരിയും തേങ്ങയും കൂടി അരച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്, സെറ്റാവോ വെള്ളപ്പം, ഇങ്ങനെ നല്ല പത പോലെ വരുമോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കി വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതാ വെള്ള ഗ്രീൻ പീസാണ് കേട്ടോ. ഇതിന് നല്ല വേവുണ്ട് കേട്ടോ മറ്റു ഗ്രീൻ പീസിന് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതാ നമ്മളുടെ അപ്പം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട ഇതുപോലെ നല്ല പദമുണ്ട്. നല്ല ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറിടാണ്ടും നമുക്ക് വെള്ളപ്പത്തിന് അരക്കാം. ഞാൻ സാധാരണ ചോറിട്ടിട്ടാണ് അരക്കാറ്. ഇപ്പോൾ ഇന്ന് ചോറിടാണ്ട് അരച്ചു. അപ്പോൾ ഇനി ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സവാളൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്ന് ആസിഫിന് വേറെ ഉപ്പേരിയൊന്നുമില്ല. ഈ ഒരു ഗ്രീൻ പീസിൽ മുട്ട ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുത്ത് ചാറ് ഇല്ലാത്ത രൂപത്തിൽ മുട്ട ഇട്ടിട്ട് നന്നായി ചിക്കി എടുത്തിട്ടുള്ള രൂപത്തിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ആളുടെ സ്കൂളിൽ പരീക്ഷ കഴിയുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം പിന്നെ സെലിബ്രേഷനുണ്ട്, ക്രിസ്മസ് സെലിബ്രേഷൻ. അങ്ങനെ നാളെ മുതൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പത്തിലേക്ക് നല്ലതായി ചാറ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വേറെ ചട്ടിയിലിട്ടിട്ടാണ് ആസിഫിനെ മുട്ടൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടാണ് കേട്ടോ ആളുടെ പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത്. പിന്നെ സ്കൂളിൽ കറിയൊക്കെ ഉണ്ടാവും, എന്നാലും ഇവിടുന്ന് കറി കൊണ്ടുപോകും. അപ്പോൾ ഇന്ന് കളർ ഡ്രസ്സാണ്, ലാസ്റ്റ് ദിവസമാണ് എന്നുള്ള ഒരു ഹാപ്പി മൂഡാണ് കേട്ടോ കണ്ടത്. അങ്ങനെ പോയി അതിന് പിന്നെ എൻ്റെ ഒരു പഠിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇനി ന്യൂ ഇയർ അല്ലേ, പിന്നെ ഒരു നാട്ടിൽ പോവാണ്. ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി വരിക. അങ്ങനെ പുതിയ ഹാബിറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങണം. അങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ആ ഒരു ചെരുപ്പ് മേടിച്ച കാർഡ്ബോർഡ് മെറ്റീരിയൽ കേട്ടോ ഇതുപോലെ ബുക്സൊക്കെ വെക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ബോക്സ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല തണുപ്പും ഈർപ്പൊക്കെ ആയപ്പോൾ ഒരുപാട് കാലമായി ആ ഒരു ബോക്സ്. അപ്പോൾ ആ ബോക്സ് ഒന്നിന് മാറ്റാമെന്ന് വിചാരിച്ചു. വെയിറ്റ് കൂടിയിട്ട് ഇത് സൈഡൊക്കെ ഒന്ന് നാശമായിട്ടുണ്ട്. അങ്ങനെ വേറെ നല്ല സ്ട്രോങ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബുക്ക് ഇറക്കി വെക്കാൻ വെച്ച്. ഇതുപോലെ കട്ടിയുള്ള കാർഡ്ബോർഡ് കിട്ടുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കാറ്. ഓൺലൈനിൽ സാധനങ്ങൾ വരുമ്പോൾ നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് കിട്ടുമ്പോൾ സെറ്റാക്കാറുണ്ട്. എന്തൊക്കെ പഠിക്കാനുണ്ട് ആ ബുക്കൊക്കെ ഞാനിതുപോലെ ഇവിടെ കൊടുന്ന് ഇങ്ങനെ ടിക്കറ്റ് വെക്കാറുണ്ട്. അപ്പം ഇനി വിചാരിച്ചു പഠിക്കാനുള്ള ബുക്ക് മാത്രം ഷെൽഫിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ബുക്ക് മാർക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡ്രസ്സിൻ്റെ അപ്പം നമുക്ക് ഒരു ടാഗൊക്കെ കിട്ടില്ല. അപ്പോൾ ആ ടാഗ് നമുക്ക് ഇതുപോലെ ബുക്ക് വായിക്കുന്നതിൻ്റെ ബുക്ക് മാർക്കായിട്ട് ഉപയോഗിക്കാം. അതിന് വേറെ ഡെക്കറേഷൻ വേണമെങ്കിൽ അതും എന്തെങ്കിലുമൊക്കെ കുത്തുപണികളൊക്കെ ചെയ്യാം. സിമ്പിളായിട്ട് ആ ഒരു ടാഗും അതിൻ്റെ വള്ളി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ബുക്ക് മാർക്കാക്കാം. അങ്ങനെ ഇവിടെ ടേബിളും സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ബോക്സും കൂടി കിട്ടുന്നുണ്ട്. അതൊരു മൊബൈൽ ഫോണിൻ്റെ ബോക്സ് ആയിരുന്നു. അപ്പോൾ അതും കൂടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡാണ്. അപ്പോൾ അതിൽ പേപ്പറും തൊഴിൽ വീതിയൊക്കെ അതിലേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റാക്കി എടുത്താൽ ഇനി 10 ദിവസം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുമല്ലോ. നല്ല അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം നാട്ടിൽ പോയിരുന്ന് പഠിക്കാം. അങ്ങനെ ആ ഒരു ലാപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ വെച്ചാൽ കുറേ ചാർജറും വയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ടേബിളൊക്കെ റെഡിയായി സെറ്റായിട്ടുണ്ട്. ഇന്ന് മെയിനായിട്ട് ക്ലീനിങ്, നാളെ രാവിലെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായ ക്ലീനിങ് കൂടെ ആയിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത്. അങ്ങനെ അലക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി കുറച്ച് നേരം ഒന്ന് പഠിക്കാൻ. കാരണം എല്ലാ ബുക്കും താങ്ങി പിടിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കുറച്ച് കംപ്ലീറ്റ് ചെയ്യണം.
അങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് നേരം പഠിക്കാതിരുന്നത്. മെയിനായിട്ട് നോക്കുന്നത് കറണ്ട് അഫയേഴ്സ്, ബാക്കി ടോപ്പിക് വൈസാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പകൽ ഞാൻ കൂടുതലും ഇവിടെ ഇരുന്നിട്ടാണ് പഠിക്കുക. കാരണം ഈ റൂമിലേക്ക് നല്ല സൺലൈറ്റിൻ്റെ വെളിച്ചമുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ അവിടെ ലൈറ്റ് ഇട്ട് പഠിക്കണ്ടല്ലോ. അങ്ങനെ കുറച്ച് നേരം ക്ലാസ്സൊക്കെ കേട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്നാക്സിൻ്റെ ടൈം ആക്കി എടുത്തിട്ട് ഞാൻ 2 ബ്രെഡ് ഉണ്ടായിരുന്നൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ബാക്കി ഇത് ആസിഫ് വന്നപ്പോഴാണ് പിന്നെ ഓർമ്മ വന്നത് വീഡിയോയുടെ കാര്യം. അങ്ങനെ വീണ്ടും ആസിഫ് വന്ന് എന്ന സെലിബ്രേഷൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നു. ഡാൻസ് കളിച്ചു, പാട്ട് പാടി, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എക്സാം കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി വെക്കേഷൻ കഴിഞ്ഞിട്ട് പേപ്പർ കിട്ടുമ്പോൾ കാണും. അപ്പോൾ നല്ല ഹാപ്പി മൂഡിലാണ്. വെക്കേഷൻ തുടങ്ങിയല്ലോ. അങ്ങനെ നമുക്ക് വൈകുന്നേരത്തെ ഒരു ചായ കുടിക്കാം. അപ്പോൾ ഇതാ രാവിലത്തെ ആ ഒരു ഗ്രീൻ പീസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ മുട്ടൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതാ ഒരു ഓംപ്ലേറ്റും കൂടെ പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് പൊട്ടാണ്ട് മറിച്ചിടാനുള്ള ഒരു ടാസ്ക് കൊടുത്തതാണ് മറ്റാൾക്ക്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കിടന്നു. കാരണം രാവിലെ നേരത്തെ പോവും. മൂന്നാർ വഴിയാണ് കേട്ടോ തൃശ്ശൂർക്ക് പോകുന്നത്. മൂന്നാറിൽ നല്ല തിരക്കും നല്ല തണുപ്പാണെന്നൊക്കെ കേട്ടു. എന്തായാലും നാട്ടിലേക്ക് പോകില്ല, അപ്പോൾ ആ ഒരു റൂട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.